സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൂര്യൻ കഴിഞ്ഞാൽ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ മാസവും വലിപ്പവുമുള്ള വസ്തു ജൂപ്പിറ്റർ അഥവാ വ്യാഴം. സൗരയൂഥത്തിലെ മറ്റേഴ് ഗ്രഹങ്ങളെയും ചേർത്ത് വെച്ചാലും അതിൻ്റെ 2.5 ഇരട്ടിയിലും കൂടുതൽ മാസുണ്ട് വാതകം നിറഞ്ഞു കിടക്കുന്ന ഈ ഭീമൻ ഗ്രഹത്തിന്. 2016 നാസയുടെ ജൂണോ സ്പേസ് ക്രാഫ്റ്റ് ജൂപ്പിറ്ററിൻ്റെ സമീപത്തെത്തിയതോടെയാണ് ഈ വാതക മഹാകായൻ്റെ പല രഹസ്യങ്ങളും നമ്മൾ അറിഞ്ഞത്. ജൂണോ അയച്ചു തന്ന അത്ഭുതകരമായ ചിത്രങ്ങൾ പല ശാസ്ത്രീയ വിവരങ്ങളും നമ്മെ പഠിപ്പിച്ചു. അഗ്നിപർവ്വതങ്ങളാൽ നിറഞ്ഞ അയോയുടെ അവിശ്വസനീയമായ ചിത്രങ്ങൾ, ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷ ചലനങ്ങൾ, ഭീകരമായ കാന്തിക ക്ഷേത്രത്തിൻ്റെ രഹസ്യങ്ങൾ, വടക്കൻ ധ്രുവത്തിലെ ഒരിക്കലും നിലയ്ക്കാത്ത വലിയ ചുഴലിക്കാറ്റുകൾ, അങ്ങനെ ധാരാളം. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് സൂര്യനെ പോലും പിടിച്ചുലയ്ക്കുന്ന, ഭൂമിയുടെ അടക്കം മറ്റു ഗ്രഹങ്ങളുടെ രക്ഷകനായി മാറുന്ന ജൂപ്പിറ്റർ എന്ന ഈ വാതക ഭീമനെയാണ്. രാത്രിയിൽ ആകാശത്ത് തെളിയുന്ന അനേകം നക്ഷത്രങ്ങൾക്കിടയിൽ നല്ല പ്രകാശത്തിലും വലിപ്പത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചന്ദ്രനെയും ശുക്രനെയും പിന്നെ വ്യാഴത്തെയുമാണ്. അങ്ങനെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പല പുരാതന ഗ്രന്ഥങ്ങളിലും ജൂപ്പിറ്ററിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിലെ ആദ്യത്തെ 4 ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവയെല്ലാം റോക്കി പ്ലാനറ്റുകളാണ് എന്ന് നമുക്കറിയാം. അതായത് പാറകളും ലോഹങ്ങളും നിറഞ്ഞു കിടക്കുന്ന ഗ്രഹങ്ങൾ. ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള ഈ 4 ഗ്രഹങ്ങളെയും ഇന്നർ പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. മറ്റ് 4 ഗ്രഹങ്ങളും വാതക ഭീമന്മാരും ഐസ് ജയന്റ് ഗ്രഹങ്ങളുമാണ്. അവയിൽ ആദ്യത്തെ ഗ്രഹവും സൗരയൂഥത്തിലെ 5ാമത്തേതും ഏറ്റവും വലുതുമായ വാതകം നിറഞ്ഞു കിടക്കുന്ന ഭീമൻ ഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന വ്യാഴം. ഭൂമിയുടെ 318 ഇരട്ടിയാണ് ജൂപ്പിറ്ററിൻ്റെ വ്യാസം. ഏകദേശം 1,42,984 കിലോമീറ്റർ. 1400ഓളം ഭൂമികളെ വ്യാഴത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ഭീകര വലിപ്പമുള്ള ജൂപ്പിറ്റർ സൂര്യനിൽ നിന്നും 75 കോടി കിലോമീറ്റർ അകലത്തിലൂടെയാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. 12 വർഷത്തോളം സമയമെടുത്താണ് ജൂപ്പിറ്റർ ഒരു തവണ സൂര്യനെ വലം വയ്ക്കുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഭീകര വലിപ്പത്തെക്കുറിച്ചും മാസിനെക്കുറിച്ചും നമുക്കിപ്പോൾ ഒരു ധാരണ ലഭിച്ചു. ജൂപ്പിറ്ററിന് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ചുള്ള പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ സൂര്യനൊഴികെയുള്ള മറ്റ് സകല വസ്തുക്കളും ചേർത്ത് വെച്ചാലും അതിൻ്റെ 2.5 ഇരട്ടിയിലും കൂടുതൽ മാസുള്ള ഈ ജൂപ്പിറ്റർ ഓരോ തവണ സൂര്യനെ വലം വയ്ക്കുമ്പോഴും സൂര്യനെ പിടിച്ചുലച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ജൂപ്പിറ്റർ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനത്തിന് സാരമായ ചലനം സംഭവിക്കുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സൂര്യൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും മാസിൻ്റെ അടിസ്ഥാനത്തിൽ അവയ്ക്കിടയിലുള്ള ഒരു ബാരി സെൻറ്റർ എന്ന കോമൺ പോയിന്റിനെയാണ് അവർ വലം വയ്ക്കുന്നത്. എന്നാൽ ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യൻ്റെ മാസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ ബാരി സെൻറ്റർ സൂര്യനുള്ളിലായിരിക്കും. അതുകൊണ്ടാണ് മാസ് വളരെ കുറവായ ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ഭ്രമണം ചെയ്യുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവരെല്ലാം അപേക്ഷിച്ച് മാസ് വളരെ കൂടുതലുള്ള ജൂപ്പിറ്ററിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. സൂര്യൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കിടയിലുള്ള ഈ ബാരി സെൻറ്റർ സൂര്യന് പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വ്യാഴവും സൂര്യനും ഒരേപോലെ ആ ബാരി സെൻറ്ററിനെ വലം വയ്ക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഭീകരമായ വലിപ്പവും മാസും മൂലം ഒരു തവണ ഭ്രമണം ചെയ്ത് കഴിയുമ്പോഴേക്കും അത് സൂര്യനെയും പിടിച്ചുലയ്ക്കുന്നുണ്ട്. ഈ ജൂപ്പിറ്റർ നമ്മുടെ ഭൂമിയടക്കം പല ഗ്രഹങ്ങളെയും നിരന്തരം സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മാസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ജൂപ്പിറ്ററിൽ അതിശക്തിയായ ഗുരുത്വാകർഷണ ബലവുമുണ്ട്. ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തിയിൽ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന പല ഉൽക്കകളെയും ബഹിരാകാശ വസ്തുക്കളെയുമെല്ലാം ജൂപ്പിറ്റർ തടയും. ഒരുപക്ഷെ സൗരയൂഥത്തിൽ ജൂപ്പിറ്റർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭൂമി ഇന്ന് ഇതുപോലെ കാണുമോ എന്ന് പോലും സംശയമാണ്. തൻ്റെ മുന്നിലുള്ള ഗ്രഹങ്ങളെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സൗരയൂഥത്തെ ഇതുപോലെ നിലനിർത്തുന്ന ജൂപ്പിറ്ററിനെ ഒരു സംരക്ഷകനായും കാണാറുണ്ട്. ഒരു തവണ സൂര്യനെ ഭ്രമണം ചെയ്യുന്നതിന് 12 വർഷങ്ങളെടുക്കും എങ്കിലും സ്വന്തം അച്ചുതണ്ടിൽ ജൂപ്പിറ്റർ അമിത വേഗതയിലാണ് കറങ്ങുന്നത്. ജൂപ്പിറ്ററിലെ ഒരു ദിവസം എന്നത് 9 മണിക്കൂറും 50 മിനിറ്റുകളും മാത്രമാണ്.
മറ്റൊരു ഗ്രഹത്തിനുമില്ലാത്ത വലിയൊരു പ്രത്യേകത നമ്മുടെ ജൂപ്പിറ്ററിനുണ്ട്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം സൂര്യനിൽ നിന്നും വരുന്ന ഊർജ്ജത്തെയാണ് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ജൂപ്പിറ്ററിൻ്റെ കാര്യം അങ്ങനെയല്ല. സൂര്യനിൽ നിന്നും വരുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതൽ ഊർജ്ജം ഗ്രഹത്തിനുള്ളിൽ നിന്നും പലതരത്തിൽ പുറത്തു വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ വാതകം മാത്രം നിറഞ്ഞു കിടക്കുന്നൊരു ഗ്രഹമാണോ ഈ ജൂപ്പിറ്റർ? അതിനുള്ളിൽ നിരന്തരം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വ്യാഴത്തെ പല ബഹിരാകാശ പേടകങ്ങളും തൊട്ടടുത്ത് പോയി കണ്ടിട്ടുണ്ട്. വ്യാഴത്തെ സന്ദർശിച്ച ആദ്യത്തെ ബഹിരാകാശ പേടകം 1973 പൈനിയർ 10 ആയിരുന്നു. തുടർന്ന് ഒരു വർഷത്തിനു ശേഷം പൈനിയർ 11 ഗ്രഹത്തിന്റെ ആദ്യത്തെ ക്ലോസപ്പ് ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തന്നു. കൂടാതെ വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലവും വലിയ അന്തരീക്ഷവും കണ്ടെത്തി. തുടർന്ന് ബഹിരാകാശത്തിന് പുറത്തേക്ക് വിക്ഷേപിക്കപ്പെട്ട വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങൾ 1979 വ്യാഴത്തെ സന്ദർശിക്കുകയും വ്യാഴത്തിന്റെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. കൂടാതെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും റിംഗ് സിസ്റ്റത്തെക്കുറിച്ചും പഠിക്കുകയും വ്യാഴത്തിന്റെ ഏറ്റവും വലിപ്പം കൂടിയ 4 ഉപഗ്രഹങ്ങളിൽ ഒന്നായ അയോയ്ക്കുള്ളിലെ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും യൂറോപ്പയുടെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെയും ഹിമത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് സൂര്യന്റെ ധ്രുവങ്ങളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി വിക്ഷേപിച്ച യുലീസസ് 1992 പിന്നീട് 2004 വ്യാഴത്തിന്റെ കാന്തിക മണ്ഡലങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി. ശനിയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി മാത്രം വിക്ഷേപിക്കപ്പെട്ട ക്യാസിനി എന്ന പേടകം 2000 വ്യാഴത്തെ സമീപിക്കുകയും അന്തരീക്ഷത്തിന്റെ വിശദമായ ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തരികയും ചെയ്തു. പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി വിക്ഷേപിക്കപ്പെട്ട ന്യൂ ഹൊറൈസൺ എന്ന ബഹിരാകാശ പേടകം 2007 വ്യാഴത്തിന്റെയും ഉപഗ്രഹങ്ങളുടെയും സമീപത്തുകൂടെ പറന്നുപോയി. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ബഹിരാകാശ പേടകങ്ങളെല്ലാം ജൂപ്പിറ്ററിന്റെ സമീപത്തുകൂടെ പറന്നുപോയിട്ടുള്ളവയാണ്. ആദ്യമായി വ്യാഴത്തെ വലം വെച്ച ബഹിരാകാശ പേടകം ഗലീലിയോ ആണ്. 1977 കാലഘട്ടങ്ങളിൽ വ്യാഴത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി ഗലീലിയോ എന്ന ബഹിരാകാശ പേടകത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1989 ഒക്ടോബർ മാസം 18 അറ്റ്ലാന്റിസ് എന്ന ബഹിരാകാശ വാഹനത്തിൽ ഇത് വിക്ഷേപിക്കപ്പെട്ടു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും സൂര്യനെ വലം വയ്ക്കുന്ന ഭ്രമണപഥം വികസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പേടകത്തിന്റെ യാത്ര. ശുക്രന്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലത്തിന്റെ സഹായത്തോടെ ഗ്രാവിറ്റി അസിസ്റ്റ് അഥവാ ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് വഴി ആസ്ട്രോയിഡ് ബെൽറ്റും കടന്ന് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചു. ഈ സഞ്ചാരപാതയിൽ നമ്മൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായൊരു കാഴ്ചയും ഗലീലിയോ പകർത്തി. ആസ്ട്രോയിഡ് ബെൽറ്റിനുള്ളിലുള്ള കൊറോണിസ് ഫാമിലി എന്ന ചിഹ്നഗ്രഹ കൂട്ടത്തിൽ 243 ഐഡ എന്ന ഒരു ആസ്ട്രോയിഡിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഉപഗ്രഹത്തെ കണ്ടെത്തി. ഇങ്ങനെയൊരു കാഴ്ച ആദ്യമായിട്ടായിരുന്നു അന്ന് കണ്ടത്. വ്യാഴത്തെ വലംബിക്കുക മാത്രമായിരുന്നില്ല ഗലീലിയോയുടെ ലക്ഷ്യം. ഗലീലിയോ പേടകത്തിനുള്ളിൽ വ്യാഴത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി ഒരു പ്രോബും ഉണ്ടായിരുന്നു. വ്യാഴത്തിന്റെ സമീപത്തെത്തിയപ്പോൾ പ്രോബ് ഗ്രഹത്തിലേക്ക് ഇറങ്ങി 156 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്നു. 57 മിനിറ്റ് സമയത്തോളമാണ് പ്രോബ് പ്രവർത്തിച്ചത്. അന്നേ വരെ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ ഒരുപാട് വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നും മേഘങ്ങൾക്ക് 50,000 കിലോമീറ്റർ മുകളിൽ ഒരു പുതിയ റേഡിയേഷൻ ബെൽറ്റ് ഉണ്ട് എന്നും കണ്ടെത്തി. ഗലീലിയോ പേടകം വ്യാഴത്തെ വലം വെച്ചുകൊണ്ട് ജൂപ്പിറ്ററിന്റെ മാഗ്നറ്റോസ്ഫിയറിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തി. കൂടാതെ ഗലീലിയൻ മൂൺസ് എന്നറിയപ്പെടുന്ന അയോ, ഗാനിമേഡ്, ഗാലിസ്റ്റോ, യൂറോപ്പ എന്നിവയെക്കുറിച്ച് പഠിക്കുകയും അവയുടെ ധാരാളം ചിത്രങ്ങൾ പകർത്തി നമുക്ക് അയച്ചു തരികയും ചെയ്തു. ഈ ഉപഗ്രഹങ്ങളുടെ ഉപരിതലത്തിനു മുകളിൽ വളരെ കട്ടി കുറഞ്ഞ അന്തരീക്ഷമുണ്ട് എന്ന് കണ്ടെത്തി. കൂടാതെ നമുക്ക് കാണുവാൻ സാധിക്കാത്ത വ്യാഴത്തിന്റെ ചുറ്റിലുമുള്ള വളരെ കട്ടി കുറഞ്ഞ വളയങ്ങളെയും കണ്ടെത്തി. വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിലുള്ള അമോണിയ മേഘങ്ങൾ, അയോയിലുള്ള അഗ്നിപർവ്വതങ്ങൾ, യൂറോപ്പയുടെ ഉപരിതലത്തിന്റെ കീഴിലുള്ള വലിയ സമുദ്രങ്ങൾ എന്നിവയെപ്പറ്റിയെല്ലാം ഗലീലിയോ പഠിച്ചു. അങ്ങനെ അവസാനം 2003 സെപ്റ്റംബർ മാസം 21 വ്യാഴത്തിനുള്ളിലേക്ക് പോയി ദൗത്യം അവസാനിപ്പിച്ചു. ഗലീലിയോയ്ക്ക് ശേഷം 7 വർഷങ്ങൾ കഴിഞ്ഞ് ജൂണോ സ്പേസ് ക്രാഫ്റ്റ് 2011 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കേപ്പ് കെനാവറയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. 2.8 ബില്യൺ കിലോമീറ്ററുകൾ ദൂരം. 5 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ആ വലിയ യാത്രയ്ക്ക് ശേഷം 2016 ജൂപ്പിറ്ററിന്റെ ഭ്രമണപഥത്തിലേക്ക് അത് വിജയകരമായി പ്രവേശിച്ചു. ജൂണോയുടെ ആദ്യ ദൗത്യം, അതായത് പ്രൈമറി മിഷൻ, 35 ധ്രുവ ഭ്രമങ്ങൾ, പോളാർ ഓർബിറ്റ്സ് ഉൾക്കൊള്ളുന്നതായിരുന്നു.
ഇത് 2021 തന്നെ പൂർത്തിയായി. അതിനുശേഷം നാസ അതിനെ ഒരു വികസിത ദൗത്യം എക്സ്റ്റെൻഡഡ് മിഷൻ നൽകി. 42 അധിക ഭ്രമങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇവയെ പെരിജോസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ആകെ ചേർത്ത് 77 ഓർബിറ്റ്സ് എന്നതാണ് ആ മഹത്തായ ലക്ഷ്യം. പെരിജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ജൂപ്പിറ്ററിനോട് ഏറ്റവും അടുത്തെത്തുന്ന ബിന്ദുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ വിപരീതമായ അപ്പോജോ എന്നത് ജൂപ്പിറ്ററിൽ നിന്നും ഏറ്റവും അകലെയുള്ള ബിന്ദുവാണ്. ഒരു എലിപ്റ്റിക്കൽ ഭ്രമണപഥത്തിൽ ഇത് രണ്ടും നിലനിൽക്കും. ജൂണോ ഈ അവസാന 2 വർഷ കാലഘട്ടം ജൂപ്പിറ്ററിൻ്റെയും ഉപഗ്രഹങ്ങളുടെയും ഇടയിലൂടെ നടത്തിയ യാത്രകളിൽ നിന്നും അത്ഭുതകരമായ ധാരാളം ചിത്രങ്ങൾ നമുക്ക് അയച്ചു തന്നു. ധാരാളം ശാസ്ത്രീയ കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ട്. ഇവയുടെ എല്ലാം ചെറിയ ഹൈലൈറ്റുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം കാണുന്നത് ജൂണോ അയോ എന്ന ഉപഗ്രഹത്തിന് സമീപത്തേക്ക് നടത്തിയ യാത്രയും അവിടെ നിന്നും കണ്ടെത്തിയ അത്ഭുതങ്ങളുമാണ്. ഇത് ജൂപ്പിറ്ററിൻ്റെ 3ാമത്തെ വലിയ ഉപഗ്രഹമാണ്. എന്നാൽ ഇതിനെ അതുല്യമാക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. സൗരയൂഥത്തിൽ ഏറ്റവും അഗ്നിപർവ്വത സജീവമായ ലോകം, ദ മോസ്റ്റ് ഓൾക്കാനിക്കലി ആക്റ്റീവ് വേൾഡ്. 2023 24 ഇടയിൽ ജൂണോ ഭയമില്ലാതെ അയോയുടെ ഉപരിതലത്തിന് വെറും 1500 കിലോമീറ്റർ അകലെ വരെ എത്തുന്ന അടുത്ത ഫ്ലൈ ബൈകൾ നടത്തി. ഈ സമീപയാത്രയുടെ സമയത്ത് ജൂണോ അയോയുടെ വടക്കൻ അക്ഷാംശങ്ങളുടെ ആദ്യ ചിത്രങ്ങൾ പകർത്തി. ഉപരിതലത്തിൻ്റെ ഭൂപടം തയ്യാറാക്കി. മറ്റു പല ചിത്രങ്ങളിലും അഗ്നിപർവ്വതത്തിൽ നിന്നും പുകച്ചുരുൾ, അതായത് പ്ലൂംസ്, ആകാശത്തേക്ക് ഉയരുന്നതും പകർത്തി. അയോയുടെ ഉപരിതലമെങ്ങും 100 കണക്കിന് അഗ്നിപർവ്വതങ്ങൾ ചിതറിക്കിടക്കുന്നു. ഇവയിൽ ചിലത് ഡസൻ കണക്കിന് കിലോമീറ്ററുകൾ ഉയരമുള്ള ലാവ ഫൗണ്ടിനുകളായി ആകാശത്തേക്ക് പൊട്ടിത്തെറിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് മുഴുവൻ ദിശയും തീയിൽ മുങ്ങിക്കിടക്കുന്ന അത്ഭുത ദൃശ്യം. ഈ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ടൈഡൽ ഹീറ്റിംഗ് ആണ്. ജൂപ്പിറ്ററിൻ്റെ ഭീമമായ ആകർഷണ ശക്തിയും അയൽ ഉപഗ്രഹങ്ങളായ യൂറോപ്പയും ഗ്യാനിമേഡും നടത്തുന്ന വലിപ്പവും വലിപ്പശക്തിയും അയോയെ നിരന്തരം വലിച്ചു നീട്ടുകയും ചുരുക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി അയോയെ ഒരു വടംവലി മത്സരത്തിലെ വടമായി സങ്കല്പിച്ചാൽ മതി. ഒരു വശത്ത് ജൂപ്പിറ്ററിൻ്റെ ഭാരം നിറഞ്ഞ ആകർഷണം, മറുവശത്ത് അയൽ ഉപഗ്രഹങ്ങളുടെ ആകർഷണം. ഇവയുടെ കൂട്ടവലിയും വലിച്ചു നീട്ടലും അയോയുടെ അകത്തെ പാളികളിൽ ഘർഷണവും ചൂടും സൃഷ്ടിക്കുന്നു. അതാണ് ഇവിടെ തീ പാറുന്ന അഗ്നിപർവ്വതങ്ങൾക്ക് ഇന്ധനമായി മാറുന്നത്. ജൂണോയുടെ മൈക്രോവേവ് റേഡിയോമീറ്റർ എന്ന MWR ഉപകരണത്തിൻ്റെ സഹായത്തോടെ അയോയുടെ അന്തരീക്ഷത്തിലും മണ്ണിനടിയിലുമുള്ള ഘടനയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ശേഖരിച്ചു. അതിലൂടെ അയോയ്ക്ക് മറ്റ് ഗലീലിയൻ ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ സമതലമായ ഉപരിതലമുണ്ടെന്ന് കണ്ടെത്തി. ശാസ്ത്രജ്ഞർ കരുതുന്നത് ഈ സമതല ഉപരിതലം അയോയുടെ ഉപരിതലം തുടർച്ചയായി പുതുക്കപ്പെടുന്നതിനാലാണ് എന്നതാണ്. അയോയുടെ അകത്തുള്ള അമിത ചൂടും സമ്മർദ്ദവും അതിൻ്റെ ഭൂരിഭാഗം അടിസ്ഥാനം ദ്രാവക ലാവയായി നിലനിൽക്കുന്നു. അത് നിരന്തരം പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ഒഴുകുന്നതിനാൽ പഴയ ക്രൈറ്ററുകൾ നിറയ്ക്കപ്പെടുകയും ഉപരിതലം തിളങ്ങുന്ന ലാവാ തടാകങ്ങൾ, കാച്ചു പോലുള്ള ഒബ്സിഡിയൻ പാളികൾ എന്നിവയായി മാറുകയും ചെയ്യുന്നു. 2024 ഏപ്രിൽ 9 ജൂണോയുടെ 60ാം ഫ്ലൈബൈയിൽ പകർത്തിയ ചിത്രം അയോയുടെ തെക്കൻ ധ്രുവപ്രദേശത്ത് നിന്നുള്ളതാണ്. ഭൂമിയിൽ നിന്നും 16,500 കിലോമീറ്റർ അകലത്തിൽ നിന്നെടുത്ത ഈ ചിത്രത്തിൽ അനവധി ഇരുണ്ട പാടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവയിൽ പലതും ലാവ നിറഞ്ഞ കൽഡറുകളും അഗ്നിപർവ്വത ഗർത്തങ്ങളുമാണ്. ജൂണോയുടെ ദൃശ്യപ്രകാശ ക്യാമറ പല പൊട്ടിത്തെറികളും പകർത്തി. 2023 ഒക്ടോബർ 15 പ്രൊമത്യൂസ് അഗ്നിപർവ്വതത്തിൻ്റെ മുകളിൽ പുകനീർ പൊട്ടിത്തെറിക്കുന്നത് ക്യാമറ പകർത്തിയെടുത്തു. ഇതാദ്യമായി 1979 വോയേജർ 1 കണ്ടുപിടിച്ച വലിയ അഗ്നിപർവ്വതമായിരുന്നു. 50 മുതൽ 100 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഉയരുന്ന ഭീമമായ ലാവ ഈ പുകത്തൂവൽ കൊണ്ട് ലോകപ്രസിദ്ധമാണ്. 2024 ഫെബ്രുവരി 3 ജൂണോ മറ്റൊരു ചിത്രത്തിൽ 2 പ്ലൂംസ് പകർത്തി, വെറും 3800 കിലോമീറ്റർ ഉയരത്തിൽ നിന്നും. ഇത് ഒരേ വലിയ അഗ്നിപർവ്വതത്തിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള 2 അഗ്നിപർവ്വതങ്ങളിൽ നിന്നോ ഉണ്ടായതായിരിക്കാം. ജൂണോ ക്യാമറ അയോയിലെ 2 ശ്രദ്ധേയമായ പ്രദേശങ്ങൾ കൂടുതൽ വ്യക്തമായി പകർത്തി. അവയിൽ ഒന്നാണ് അയോയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വത ഗർത്തം, ലോഗി പാൻഡേറ. ഇത് ഏകദേശം 200 കിലോമീറ്റർ വീതിയുള്ള പ്രദേശമാണ്. തണുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഗ്മ തടാകം, ചുറ്റും ചൂടേറിയ ലാവ വലയങ്ങൾ, മധ്യത്തിൽ ചെറുതായ ദ്വീപുകൾ, എല്ലാം ചേർന്ന ഒരു വിസ്മയകരമായ ലോകം. ഈ പ്രദേശത്ത് ജൂണോ പകർത്തിയ ചിത്രങ്ങളിൽ ലാവ തടാകത്തിൻ്റെ ഉപരിതലം ഗ്ലാസ് പോലെ മിനുക്കമുള്ളതാണ് എന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കും.
അതോടൊപ്പം ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസി രൂപകൽപ്പന ചെയ്ത ജോവിയൻ ഇൻഫ്രാറെഡ് ഒറോറൽ മാപ്പർ എന്ന ജിറാം ഉപകരണത്തിൻ്റെ സഹായത്തോടെ അയോയിലെ ചൂടുള്ള ഭാഗങ്ങൾ കണ്ടെത്തി. ഈ ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞന്മാർ അത്ഭുതകരമായ മറ്റു പല കാഴ്ചകളും കണ്ടു. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചോറാസ് പാൻഡിയ എന്ന വലിയ ലാവാ തടാകം. 2016 ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. നാസയുടെ ജൂണോ സ്പേസ് ക്രാഫ്റ്റ് വിജയകരമായി ജൂപ്പിറ്ററിൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് അന്നായിരുന്നു. ആ നിമിഷം അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും സാഹസിക ബഹിരാകാശ വിജയങ്ങളിൽ ഒന്നായി മാറി. ജൂണോയുടെ പ്രധാന ലക്ഷ്യം ഈ വാതക ഭീമന്റെ ആന്തരിക ഘടനയും അതിൻ്റെ ഉത്ഭവ രഹസ്യങ്ങളും മനസ്സിലാക്കുക എന്നതാണ്. ജൂണോ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് അത്യന്തം അപകടകരമായ രീതിയിലായിരുന്നു. ജൂപ്പിറ്ററിൻ്റെ ഭീമമായ ഗുരുത്വാകർഷണം, അതിൻ്റെ വൻതോതിലുള്ള കാന്തിക ഫീൽഡ്, ഭീഷണിയുള്ള വികിരണങ്ങൾ ഇതെല്ലാം ചേർന്നതോടെ സ്പേസ് ക്രാഫ്റ്റ് നാശത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ നാസയുടെ എഞ്ചിനീയർമാർ ഇതെല്ലാം മറികടന്നു. സൂക്ഷ്മമായ കണക്കുകൂട്ടലുകളും സമയ നിയന്ത്രണവും കൊണ്ട് ജൂണോ ജൂപ്പിറ്ററിനെ ഒരു പോളാർ ഓർബിറ്റ് വഴി ചുറ്റാൻ തുടങ്ങി. ഇത് മുൻപുണ്ടായിട്ടില്ലാത്ത വിധത്തിൽ വടക്കേ ധ്രുവം മുതൽ തെക്കേ ധ്രുവം വരെ ദൃശ്യമേഖലകൾ മനുഷ്യർക്ക് ആദ്യമായി വ്യക്തമായി കാണുവാൻ സാധിച്ചു. ജൂപ്പിറ്ററിൻ്റെ വടക്കും തെക്കും ധ്രുവങ്ങൾ അടങ്ങുന്ന ജൂണോ അയച്ച ചിത്രങ്ങൾ ലോകത്തെ ശാസ്ത്രജ്ഞന്മാരെ അമ്പരപ്പിച്ചു. ജൂപ്പിറ്ററിൻ്റെ വടക്കേ ധ്രുവത്തിൽ കാണപ്പെട്ടത് അനവധി ചുഴലിക്കാറ്റുകൾ നിറഞ്ഞ അതിഭീകരമായൊരു ദൃശ്യമായിരുന്നു. 7 വലിയ ചുഴലിക്കാറ്റുകൾ വൃത്താകൃതിയിൽ കൂടിച്ചേർത്ത് വെച്ച പോലെ, മധ്യഭാഗത്ത് ഒരു മഹാവ്യൂഹം. ഇതുപോലെ തന്നെ തെക്കൻ ധ്രുവത്തിലും ഭീകരമായ കൊടുങ്കാറ്റുകളുടെ കലാശം. ഈ കാഴ്ചകൾ ഭൂമിയിൽ നിന്നോ മുൻപുള്ള സ്പേസ് ക്രാഫ്റ്റുകളിൽ നിന്നോ ഒരിക്കലും കാണുവാൻ സാധിച്ചിട്ടുമില്ല. ജൂണോ ഗ്രേറ്റ് ഡെഡ് സ്പോട്ട് എന്ന മഹാ ചുഴലിക്കാറ്റിനെ അടുത്ത് നിന്ന് നിരീക്ഷിച്ചു. ഈ ചുഴലിക്കാറ്റ് ഭൂമിയേക്കാളും ഒരുപാട് വലുതാണ്. കുറഞ്ഞത് 16,000 കിലോമീറ്ററോളം വീതിയുണ്ട്. ഏറ്റവും കുറഞ്ഞത് 300 വർഷത്തോളം എങ്കിലുമായി ഇത് ഇതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഉറവിടം ശാസ്ത്രജ്ഞർക്ക് ഇന്നും വ്യക്തമല്ല. ജൂണോയുടെ ഡേറ്റ പ്രകാരം ഈ കൊടുങ്കാറ്റ് 300 കിലോമീറ്ററോളം ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അതായത് ഭൂമിയുടെ അന്തരീക്ഷം മുഴുവൻ ചേർത്താലും അതിലും കൂടുതൽ ആഴം. ജൂണോ നടത്തിയ മറ്റൊരു വൻ കണ്ടെത്തൽ ജൂപ്പിറ്ററിൻ്റെ കാന്തിക ഫീൽഡിൻ്റെ അതിശക്തതയാണ്. ഇത് ഭൂമിയേക്കാളും 20,000 മടങ്ങ് ശക്തമാണ്. ഇതുമൂലം സ്പേസ് ക്രാഫ്റ്റിനെ അതിശക്തമായ വികിരണങ്ങൾ ആക്രമിച്ചു. അതിനാൽ ജൂണോയെ ടൈറ്റാനിയം ആർമോർ ആണ് പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നത്. അതില്ലായിരുന്നെങ്കിൽ ജൂണോയിലെ സർക്യൂട്ടുകളും സെൻസറുകളുമെല്ലാം ചാമ്പലായി പോയേനെ. ജൂണോ ഈ കാന്തിക ഫീൽഡിൻ്റെ ഉറവിടം ജൂപ്പിറ്ററിൻ്റെ ആന്തരിക ഭാഗങ്ങളിലാണെന്ന് കണ്ടെത്തി. അവിടെ ഹൈഡ്രജൻ വാതകം മുഴുവൻ വലിയ തോതിലുള്ള സമ്മർദ്ദത്തിന് വിധേയമായി ലിക്വിഡ് മെറ്റാലിക് ഹൈഡ്രജനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ജൂപ്പിറ്ററിൻ്റെ ആന്തരിക വൈദ്യുത പ്രവാഹങ്ങൾക്കും കാന്തിക ഫീൽഡിനും കാരണം. ജൂണോയുടെ പ്രധാന ദൗത്യം ജൂപ്പിറ്ററിന് സോളിഡ് കോർ ഉണ്ടോ എന്ന് കണ്ടെത്തുകയായിരുന്നു. അവയുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് ഇതിനുള്ളിൽ ഒരു മങ്ങിയ മിശ്രിതമായ കോർ ഉണ്ടാകാമെന്നാണ്. ഇത് പാറയും മിശ്രിതമായ ഹൈഡ്രജനും ഹീലിയവുമായി ചേർന്ന അസാധാരണ ഘടനയാണ്. അതായത് ജൂപ്പിറ്ററിൻ്റെ ഉത്ഭവകാലത്ത് നടന്ന വൻതോതിലുള്ള ഗ്രഹസമഭാവങ്ങൾ അതിൻ്റെ ഉള്ളടക്കം കലർത്തി മാറ്റിയിരിക്കാം. ജൂണോയുടെ ക്യാമറയും പാർട്ടിക്കിൾ ഡയറക്ടറുകളും ജൂപ്പിറ്ററിൻ്റെ വൻതോതിലുള്ള ഒറോറകളെ രേഖപ്പെടുത്തി. ഭൂമിയിലെ ഉത്തരധ്രുവത്തിലും തെക്കേ ധ്രുവത്തിലും കാണപ്പെടുന്ന നോർത്തേൺ ലൈറ്റ്സ് പോലെ തന്നെ. പക്ഷേ അതിനേക്കാളും ആയിരക്കണക്കിന് മടങ്ങ് ശക്തവും ഭയാനകവുമാണ് ഈ അറോറകൾ. ജൂപ്പിറ്ററിൻ്റെ ശക്തമായ കാന്തിക ഫീൽഡും അതിൻ്റെ ചന്ദ്രന്മാരിൽ നിന്നുള്ള, പ്രത്യേകിച്ച് അയോയിൽ നിന്നുള്ള സൾഫർ ഗ്യാസും തമ്മിലുള്ള ഇടപഴകലുകളിൽ നിന്നുമാണ് ഇവ രൂപം കൊള്ളുന്നത്. ഈ കാഴ്ചകളെല്ലാം അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടനങ്ങൾ പോലെ ജൂപ്പിറ്ററിൻ്റെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന തീക്കിരികളാണ്. ഇതുവരെ ജൂണോ അയച്ച ഓരോ ഡേറ്റയും ഓരോ ചിത്രവും നമ്മുടെ ഗ്രഹശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ജൂപ്പിറ്റർ ഇനിയൊരു വലിയ വാതക ഗ്രഹം മാത്രമല്ല, ഇത് ജീവൻ്റെ ജനനവും ഗ്രഹങ്ങളുടെ വളർച്ചയും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു കോസ്മിക് താക്കോലാണ്. 1610 ഗലീലിയോ ഗലീലി തൻ്റെ ചെറിയ ടെലസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച മനുഷ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. അദ്ദേഹം അന്ന് ശ്രദ്ധിച്ചത് ജൂപ്പിറ്ററിനോടൊപ്പം നീങ്ങുന്ന 4 ചെറിയ നക്ഷത്രങ്ങളെ ആയിരുന്നു. പിന്നീട് അവയെ ചന്ദ്രന്മാർ എന്ന് തിരിച്ചറിഞ്ഞു. ഇവയാണ് അയോ, യൂറോപ്പ, ഗ്യാനിമേഡ്, കാലിസ്റ്റോ.
ഇന്ന് നമ്മൾ ഇവയെ ഗലീലിയൻ മൂൺസ് എന്നാണ് വിളിക്കുന്നത്. ഈ 4 ചന്ദ്രന്മാരും ഓരോന്നും തന്നെ വലിയ വലിയ ലോകങ്ങളാണ്. അവയുടെ അന്തരീക്ഷം, ഉപരിതലം, ആന്തരിക ഘടന എല്ലാം മറ്റുള്ളവയിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തവും അത്ഭുതകരവുമാണ്. ആദ്യത്തെ ചന്ദ്രൻ അയോ, സൗരയൂഥത്തിലെ ഏറ്റവും അഗ്നിമയമായ സ്ഥലം. ഇതിൻ്റെ ഉപരിതലത്തിൽ 100 കണക്കിന് അഗ്നിപർവ്വതങ്ങൾ സജീവമായി പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലത് 300 കിലോമീറ്റർ ഉയരത്തിൽ വരെയാണ് പൊട്ടിത്തെറിക്കുന്നത്. ഈ അനന്തമായ ചൂടും ചലനവും ജൂപ്പിറ്ററിൻ്റെ ഗുരുത്വാകർഷണ ശക്തിയാലാണ് സംഭവിക്കുന്നത്. അയോയുടെ ഭ്രമണപഥം കൃത്യമായ വൃത്താകൃതി അല്ലാത്തതിനാൽ അത് ചുറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭാരം, ടൈഡൽ ഫോഴ്സുകൾ ഇതെല്ലാം അതിനെ തിളപ്പിക്കുന്നു. അയോ എന്ന വിചിത്ര ലോകത്തെ വളരെ വിശദമായി തന്നെ നമ്മൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ കണ്ടതാണ്. രണ്ടാമത്തേത് യൂറോപ്പ, അത്യന്തം നിഗൂഢമായ ലോകം. ഇതിൻ്റെ ഉപരിതലം മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ മഞ്ഞിൻ്റെ അടിയിൽ വൻതോതിലുള്ള ദ്രാവക ജല സമുദ്രം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സമുദ്രം ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളിലുമുള്ള ജലം ചേർത്ത് വെച്ചാലും അതിനേക്കാളും വലുതാണ്. ജൂണോയും ഗലീലിയോ സ്പേസ് ക്രാഫ്റ്റും കണ്ടെത്തിയതനുസരിച്ച് മഞ്ഞിനടിയിലെ ഈ സമുദ്രം 100 കിലോമീറ്റർ ആഴം വരെ വ്യാപിച്ചു കിടക്കുന്നു. അവിടെ പാറയും വെള്ളവും ചേർന്നിടത്ത് ജീവന്റെ രൂപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. നാസയുടെ ഭാവി ദൗത്യം യൂറോപ്പ ക്ലിപ്പർ ഈ രഹസ്യം കണ്ടെത്തുന്നതിനു വേണ്ടി 2030 യൂറോപ്പയിൽ എത്തിച്ചേരും. അത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കണ്ടെത്തലായിരിക്കും. ഭൂമിയല്ലാതെ ജീവനുള്ള മറ്റൊരു ലോകത്തിൻ്റെ കണ്ടെത്തൽ. അടുത്തത് ഗാനിമേഡാണ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ. മെർക്കുറിയേക്കാൾ പോലും വലുത്. ഇതിന് സ്വന്തം കാന്തിക ഫീൽഡുണ്ട്. ഇതുവരെ മറ്റൊരു ചന്ദ്രനിലും കാണാത്ത വളരെ വലിയ പ്രത്യേകത. ഇതിൻ്റെ ഉപരിതലം പഴയതും പുതിയതുമായ പ്രദേശങ്ങളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ചില ഭാഗങ്ങൾ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു, ചിലത് പഴയ പാറകളാൽ നിറഞ്ഞിരിക്കുന്നു. ഗാനിമേഡിൻ്റെ ആന്തരിക ഭാഗത്തും ഒരു ദ്രാവക ജല സമുദ്രമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനാൽ ഇതും ജീവന്റെ സാധ്യതയുള്ള മറ്റൊരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ജൂപ്പിറ്ററിൻ്റെ കാന്തിക ഫീൽഡും ഗാനിമേഡിൻ്റെ സ്വതന്ത്ര കാന്തിക ഫീൽഡ് തമ്മിലുള്ള ഇടപഴകലുകൾ മൂലം ഇതിൻ്റെ മുകളിലും അതിമനോഹരമായ ഒറോറ ലൈറ്റുകൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. നാലാമത്തേത് കലിസ്റ്റോ, പഴക്കം ചെന്ന ലോകം. ഇത് തകർന്ന പാറകളാലും ക്രൈറ്ററുകളാലും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ഇതിൻ്റെ ഉപരിതലം സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും പഴയതാണെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തും മഞ്ഞിനടിയിൽ ഒരു ദ്രാവക ജല പാളി ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. കലിസ്റ്റോയുടെ മറ്റൊരു പ്രത്യേകത, ഇത് ജൂപ്പിറ്ററിൻ്റെ കാന്തിക വികിരണങ്ങളിൽ നിന്ന് സേഫ് സോണിലാണ്. അതിനാൽ ഭാവിയിൽ മനുഷ്യർക്ക് ഇവിടെ ബേസ് ക്യാമ്പ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി മാറും. ഈ 4 ചന്ദ്രന്മാരും മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ മറ്റൊരു സോളാർ സിസ്റ്റം പോലെ തന്നെയാണ്. ഒന്നിൽ അഗ്നിയും പാറകളും പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നു, മറ്റൊന്നിൽ മഞ്ഞിനടിയിൽ ജീവൻ ഉറങ്ങിക്കിടക്കുന്നു, വേറെയൊന്ന് കാന്തിക ലോകമാണ്. അടുത്ത ചന്ദ്രനിൽ വലിയ ചരിത്രം ഉറങ്ങിക്കിടപ്പുണ്ട്. ഇവയെ പഠിക്കുന്നത് ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു, ജീവൻ എങ്ങനെ ആരംഭിച്ചു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു വഴിയാണ്. ജൂപ്പിറ്റർ വെറുമൊരു ഗ്രഹമല്ല, ഇതൊരു മിനി സോളാർ സിസ്റ്റം തന്നെയാണ്. ജൂപ്പിറ്റർ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഗ്രഹമാണ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ വലിപ്പം മാത്രമല്ല അത്ഭുതം, അതിൻ്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യർക്ക് അതിൻ്റെ യഥാർത്ഥ മഹത്വം എത്രമാത്രമാണെന്ന് ബോധ്യപ്പെടുന്നത്. ജൂപ്പിറ്റർ ഭൂമിയെ പോലും നേരിട്ടോ പരോക്ഷമായോ രക്ഷിക്കുന്ന ഒരു വലിയ കവചമാണ്. അതോടൊപ്പം അതിൻ്റെ കാന്തിക ഫീൽഡും വികിരണ മേഖലകളും അത്രയും ഭയാനകവും ശക്തവുമാണ്. മനുഷ്യൻ്റെ ഇന്നത്തെ സാങ്കേതിക വിദ്യയ്ക്ക് അതിലേക്ക് നീങ്ങുക എന്നത് തന്നെ പ്രയാസമാണ്. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു പോവാറുണ്ട്, ഇഫ് ജൂപ്പിറ്റർ ഡിഡിൻറ്റ് എക്സിസ്റ്റ് വി പ്രോബബ്ലി വുഡിൻറ്റ് ബി ഹിയർ. അത് ശരിയാണ്. ജൂപ്പിറ്ററിൻ്റെ മഹത്തായ ഗുരുത്വാകർഷണം സൗരയൂഥത്തിലെ അനേകം ആസ്ട്രോയിഡുകളെയും ധൂമകേതുക്കളെയും വലിച്ചിഴച്ച് ഭൂമിയിലേക്കുള്ള അപകടം തടഞ്ഞു നിർത്തുന്നു. ഭൂമിയെ തകർക്കാൻ സാധ്യതയുള്ള അനേകം വലിയ ആസ്ട്രോയിഡുകൾ ജൂപ്പിറ്റർ തന്നെ തങ്ങളുടെ പാതയിലേക്ക് മാറ്റി നശിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 1994 ഷുമേക്കർ ലേവി 9 എന്ന ധൂമകേതു ജൂപ്പിറ്ററുമായി കൂട്ടിയിടിച്ച് വലിയ വിസ്ഫോടനമുണ്ടായി. അതിൻ്റെ ശക്തി ഭൂമിയിലെ ആണവ ബോംബുകളുടെ ലക്ഷക്കണക്കിന് മടങ്ങായിരുന്നു. അത് ഭൂമിയിലേക്ക് വന്നിരുന്നുവെങ്കിൽ മനുഷ്യരാശി തന്നെ ഇല്ലാതായി പോയേനെ. അതിനാൽ ജൂപ്പിറ്റർ നമ്മുടെ സൗരയൂഥത്തിലെ ഒരു വലിയ ബോഡി ഗാർഡാണെന്ന് പറയാം. ജൂപ്പിറ്ററിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ജൂപ്പിറ്ററിൻ്റെ റേഡിയേഷൻ ബെൽറ്റാണ്.
ജൂപ്പിറ്ററിന്റെ കാന്തിക ഫീൽഡിൽ കുടുങ്ങിയിരിക്കുന്ന ചാർജ് ചെയ്ത കണങ്ങൾ അതിന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ വികിരണ മേഖല. ഈ വികിരണങ്ങൾ മനുഷ്യൻ നേരിട്ട് നേരിടാൻ കഴിയാത്ത അത്രയും ഭയാനകമാണ്. അത് ഏതെങ്കിലും സ്പേസ് ക്രാഫ്റ്റിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ നശിപ്പിക്കാൻ മതിയാകും. അതുകൊണ്ടാണ് ജൂണോ സ്പേസ് ക്രാഫ്റ്റ് ടൈറ്റാനിയം ആർമോർ കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നത്. അവിടെ മനുഷ്യൻ പോകണമെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യ നമുക്ക് ഇന്നുമില്ല. ജൂപ്പിറ്ററിന്റെ മേഘങ്ങൾ ഒരിക്കലും ശാന്തമല്ല. അവ നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, ചുഴലിക്കാറ്റുകളായി രൂപം കൊള്ളുന്നു. ഓരോ നിറവും വെള്ള, തവിട്ട്, ഓറഞ്ച്, ചുവപ്പ് വ്യത്യസ്തമായ രാസസംയുക്തങ്ങളുടെയും താപനിലകളുടെയും പ്രതിനിധികളാണ്. മുകളിൽ അമോണിയ മേഘങ്ങൾ, താഴെ ഹൈഡ്രജൻ സൾഫൈഡ് പാളികൾ, ഇതിനിടയിൽ അനന്തമായ സമ്മർദ്ദത്താൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന മറ്റു വാതകങ്ങൾ. നമുക്ക് കാണാനാവുന്നത് ഈ ഭ്രാന്തമായ ഉപരിതലം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ആഴങ്ങളിൽ നടക്കുന്ന ഘടനകൾ മനുഷ്യശാസ്ത്രത്തിന് ഇന്നും രഹസ്യം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും ജൂപ്പിറ്ററിൻ്റെ ഗ്രേറ്റ് റെഡ് സ്പോട്ടിനെ കുറിച്ച്. നൂറുകണക്കിന് വർഷങ്ങളോളമായി കൊടുങ്കാറ്റ് പോലെ ഉലയുന്ന ഒരു വലിയ പ്രദേശം. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ ഒരുപാട് വലുതാണിത്. ഭൂമിയുടെ വീതിയേക്കാളും വലുത്. ഭൂമിയിൽ ഇത്തരത്തിലൊരു കൊടുങ്കാറ്റുണ്ടായാൽ ഇന്ന് ഭൂമി എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത മറ്റൊരു വമ്പൻ കൊടുങ്കാറ്റ് അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഗ്രേറ്റ് കോൾഡ് സ്പോട്ട് എന്നാണ്. ഇത് വളരെയേറെ വിചിത്രമാണ്. ഒന്നാമതായി ഇത് ഗ്രേറ്റ് റെഡ് സ്പോട്ടിനോട് ഏകദേശം തുല്യമായ വലിപ്പമുള്ളതാണ്. ജൂപ്പിറ്ററിൻ്റെ മേഘങ്ങളിൽ ഏറ്റവും തണുത്ത സ്ഥലവും ഇതാണ്. ചുറ്റുപാടുകളേക്കാൾ ഏകദേശം 200 ഡിഗ്രിയിൽ കൂടുതൽ തണുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് ലഭിച്ചത്. ഇത്തരത്തിലൊരു വമ്പൻ ചുഴലിക്കാറ്റ് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇതുവരെ കാണാതെ പോയത്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വാതകഭീമൻ്റെ ചുഴിയുന്ന മേഘങ്ങളെ വിസ്മയിച്ച് നോക്കിക്കൊണ്ടിരുന്നതിനാൽ ജൂപ്പിറ്ററിൻ്റെ ധ്രുവങ്ങളിൽ അത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. അതാണ് ഗ്രേറ്റ് കോൾഡ് സ്പോട്ട് മറഞ്ഞിരുന്ന സ്ഥലം. പക്ഷേ അതെൻ്റെ വിചാരം മാത്രമാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനേക്കാൾ വലിയ വിശദീകരണങ്ങളുണ്ട്. ഗ്രേറ്റ് കോൾഡ് സ്പോട്ട് കാണുവാൻ എളുപ്പമല്ലാത്ത യഥാർത്ഥ കാരണം അത് ജൂപ്പിറ്ററിൻ്റെ ശക്തമായ ഒറോറാസിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്നതാണ്. അതെ, ഭൂമിയിലെ ഉത്തരധ്രുവ പ്രകാശം പോലെ തന്നെയാണെങ്കിലും നിരവധി മടങ്ങ് ശക്തമായ പ്രതിഭാസം. ഇതിനു പുറമെ വലിയ റെഡ് സ്പോട്ട് സ്ഥിരത പുലർത്തുമ്പോൾ ഗ്രേറ്റ് കോൾഡ് സ്പോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചകളിൽ, ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ വലുതാവുകയും ചെറുതാവുകയും ആകൃതി മാറുകയും ചെയ്യുന്നു. ഇതിനെ പിന്തുടരാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. വലിയ റെഡ് സ്പോട്ട് ജൂപ്പിറ്ററിൻ്റെ വാതക ചുഴികളാൽ ശക്തി നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഗ്രേറ്റ് കോൾഡ് സ്പോട്ടിന് ഒറോറോസാണ് ശക്തിയേകുന്നത്. ജൂപ്പിറ്ററിലെ ഒറോറാസ് അത്ഭുതകരമായ കാഴ്ചയായിരിക്കും. അവ ഭൂമിയിലെത്തുന്ന പോലെ സൂര്യൻ്റെ സോളാർ വിൻഡിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ജൂപ്പിറ്ററിൻ്റെ അസാധാരണ വലിപ്പമുള്ള മാഗ്നറ്റോസ്ഫിയറിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് ചെയ്ത കണികകളാണ് ഇതിന് കാരണമാകുന്നത്. ഇവയിൽ ഭൂരിഭാഗവും ജൂപ്പിറ്ററിൻ്റെ അഗ്നിപർവ്വതങ്ങളാൽ നിറഞ്ഞ നരകതുല്യമായ ചന്ദ്രനായ അയ്യോയിൽ നിന്നുമാണ് വരുന്നത്. ഗ്രേറ്റ് കോൾഡ് സ്പോട്ട് ഒറോറാസാൽ രൂപപ്പെടുന്നുവെങ്കിൽ ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതായിരിക്കും. ഗ്രേറ്റ് റെഡ് സ്പോട്ടിനേക്കാളും പഴക്കം. ഇത് മാത്രമല്ല, ജൂപ്പിറ്ററിൻ്റെ കൊടുങ്കാറ്റ് പോലുള്ള അന്തരീക്ഷത്തിൽ മറ്റൊരു രഹസ്യപ്പാടും മറഞ്ഞിരിക്കുന്നു: ഗ്രേറ്റ് അബീസ്. ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ ഏറ്റവും ആശ്ചര്യകരമായ പ്രത്യേകതകളിൽ ഒന്നാണ്. 1973 ജൂപ്പിറ്ററിലൂടെ കടന്നുപോയ ആദ്യത്തെ സ്പേസ് ക്രാഫ്റ്റ് പൈനിയർ 10 മുതൽ ഏറ്റവും പുതിയ ജൂണോ വരെ 9 പ്രോബുകൾ ജൂപ്പിറ്ററിനെ പഠിച്ചു. ജൂണോ 20 തവണ ജൂപ്പിറ്ററിലൂടെ കടന്നുപോയ ശേഷമാണ് ഈ ഇരുണ്ട ഗ്രേറ്റ് അബീസ് കണ്ടെത്താനായത്. പക്ഷേ അതെന്താണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഇന്നും വ്യക്തമല്ല. ഒറ്റനോട്ടത്തിൽ ഒരു ബ്ലാക്ക് ഹോളിനെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ അത് ഒരിക്കലും ഒരു ബ്ലാക്ക് ഹോൾ അല്ല. അതൊരു ഇരുണ്ട ചുഴിയുടെ കേന്ദ്രമാണ്. ആഴത്തിൽ പോകുന്നുണ്ടാകാം, പക്ഷേ ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ നിങ്ങളെ ഒരിക്കലും വലിച്ചടുപ്പിക്കില്ല. ജൂപ്പിറ്ററിൻ്റെ അന്തരീക്ഷം ഭയാനകമാണ്. അത് ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ മേഘങ്ങൾക്കുള്ളിൽ അമോണിയ ഐസ്, അമോണിയം ഹൈഡ്രോസൾഫൈഡ് ക്രിസ്റ്റലുകൾ, പിന്നീട് ആഴങ്ങളിൽ വെള്ള ഐസും ആവിയും അടങ്ങിയിരിക്കുന്നു.
അതായത് ജൂപ്പിറ്ററിന് ഉറച്ച പ്രതലം ഒന്നുമില്ല. അത് വലുതായ ഹൈഡ്രജൻ സമുദ്രം നിറഞ്ഞ ഒരു വൻ തണുത്ത മേഘക്കൂട്ടമാണ്. എങ്കിലും സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഈ ഗ്രഹം എല്ലാ ഗ്രഹങ്ങളും ചേർത്ത് വെച്ചാലും അതിനേക്കാളും വലുതാണ്. അതിനു പുറമെ അതിഭീകരമായ കാറ്റുകൾ. ജൂപ്പിറ്ററിലെ കാറ്റുകൾ അത്യന്തം ഭയപ്പെടുത്തുന്നതാണ്. ഭൂമിയുടെ 3 ഇരട്ടി ഭാരം വരെയെങ്കിലും ചുറ്റും അടിക്കാനുള്ള അത്ര ശക്തി. ഭൂമധ്യരേഖയിൽ അവയുടെ വേഗത 540 km/s വരെ എത്തും. ആഴത്തിലുള്ള അന്തരീക്ഷത്തിൽ അവ ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പോലും തള്ളിക്കളയുന്നുണ്ട്. ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റോസ്ഫിയർ വിചിത്രമായ വലിപ്പമുള്ളതാണ്. ജൂപ്പിറ്ററിൻ്റെ വ്യാസത്തിൻ്റെ 21 ഇരട്ടി. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിനും ഇത്ര ശക്തമായ മാഗ്നറ്റോസ്ഫിയർ ഇല്ല. അതിനു പുറമെ ജൂപ്പിറ്ററിന് 2 അല്ല 3 മാഗ്നറ്റിക് പോളുകളാണുള്ളത്. വടക്ക്, തെക്ക്, പിന്നെ ഭൂമധ്യ രേഖയ്ക്കടുത്ത്. ജൂണോയാണ് ഇത് കണ്ടെത്തിയത്. അതിൻ്റെ പേര് ഗ്രേറ്റ് ബ്ലൂ സ്പോട്ട് എന്നാണ്. ജൂപ്പിറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ആ വൻ കാറ്റുകളാണെന്നാണ് കരുതുന്നത്. എന്നാൽ ഇതിലും വിചിത്രമായൊരു സത്യം, ജൂപ്പിറ്റർ ഒരു പ്ലാനറ്ററി കാനിബലാണ്. സൗരയൂഥത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ ഗ്രഹങ്ങളിൽ ഒന്നാണിത്. അതുകൊണ്ടാണ് ഇത്രത്തോളം വലിപ്പം. എന്നാൽ ഇത്രയും വാതക സമ്പന്നമായിട്ടും ജൂപ്പിറ്ററിനുള്ളിൽ നിരവധി ഭാരമുള്ള മൂലകങ്ങളുണ്ട്. ജൂണോയുടെ പഠനപ്രകാരം ഭൂമിയുടെ 30 ഇരട്ടിയോളം ഭാരമുള്ള ഘടനകൾ ജൂപ്പിറ്ററിലുണ്ട്. കാരണം ജൂപ്പിറ്റർ പ്ലാനറ്ററി സിമിലുകളെ വിഴുങ്ങി വളർന്നതാണ്. പ്ലാനറ്ററി സിമിലുകൾ എന്ന് പറയുന്നത് ധൂളിയും പാറക്കഷ്ണങ്ങളും ചേർന്ന് രൂപപ്പെട്ട 100 കണക്കിന് കിലോമീറ്ററുകളോളം വലിപ്പമുള്ള വലിയ കൂട്ടങ്ങളാണ്. ജൂപ്പിറ്റർ അവയെ വിഴുങ്ങിയിരുന്നില്ല എങ്കിൽ അവ മാർസ് പോലെയോ ഭൂമി പോലെയോ ഒരു പാറക്കെട്ടുള്ള ലോകമായി മാറുമായിരുന്നു. സൗരയൂഥത്തിൽ മറ്റൊരു പാറഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുന്നു എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഭൂമി ഹാബിറ്റബിൾ സോണിൽ നിന്നും പുറത്തേക്ക് തള്ളപ്പെടുമായിരിക്കുമോ? അല്ലെങ്കിൽ ആ പുതിയ ഗ്രഹം ഭൂമിയിലിടിച്ച് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അവസാനിപ്പിക്കുമായിരുന്നു? ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാതെ നമ്മുടെ ഭൂമി ഇന്നും വളരെ സുരക്ഷിതയായിരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഈ ജൂപ്പിറ്ററാണ്. ഭൂമിക്ക് പുറത്തുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു നിരീക്ഷണ പ്രോഗ്രാം നടത്തുന്നതിനിടെ 1993 മാർച്ച് മാസം 24-ാം തീയതി രാത്രി കാലിഫോർണിയയിലെ പലോമർ ഒബ്സർവേറ്ററിയിൽ വലിയ ദൂരദർശിനി ഉപയോഗിച്ച് കരോളിൻ, യൂജിയൻ ഷുമേക്കർ, ഡേവിഡ് ലേവി എന്നിവർ എടുത്ത ഒരു ഫോട്ടോയിൽ അത്ഭുതകരമായൊരു ദൃശ്യം പകർന്നു. ഒരു വലിയ ധൂമകേതു. അവർ കണ്ടെത്തിയ 9ാമത്തെ പീരിയോഡിക് കോമിറ്റായിരുന്നു അത്. കൃത്യമായ ഇടവേളകളിൽ സൂര്യനെ വലം വയ്ക്കുന്ന വാൽനക്ഷത്രങ്ങളെയാണ് പീരിയോഡിക് കോമിറ്റുകൾ എന്ന് പറയുന്നത്. അവർ അതിന് ഷുമേക്കർ ലേവി 9 എന്ന് പേരിട്ടു. അത് അറിയപ്പെട്ടിരുന്ന മറ്റു വാൽനക്ഷത്രങ്ങളിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായി സൂര്യനെ ആയിരുന്നില്ല വലം വെച്ചിരുന്നത്. അത് പരിക്രമണം ചെയ്തിരുന്നത് വ്യാഴത്തെ ആയിരുന്നു. വ്യാഴത്തിന് ചുറ്റിലുമുള്ള അതിൻ്റെ ഭ്രമണപഥം ഏകദേശം 2 വർഷ കാലഘട്ടവും 0.33 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അഥവാ 49 ദശലക്ഷം കിലോമീറ്ററുമായിരുന്നു. ഗ്രഹത്തിൻ്റെ ചുറ്റിലുമുള്ള അതിൻ്റെ ഭ്രമണപഥം വളരെയേറെ വികേന്ദ്രീകൃതമായിരുന്നു. വാൽനക്ഷത്രത്തിൻ്റെ പരിക്രമണ ചലനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ അത് കുറച്ചു കാലമായി വ്യാഴത്തെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ടെത്തുവാൻ സാധിച്ചു. ഈ വാൽനക്ഷത്രം കണ്ടെത്തിയ സമയത്ത് തന്നെ ഇതൊരു സാധാരണ വാൽനക്ഷത്രമല്ല എന്ന് മനസ്സിലായി. വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം മൂലം വിഘടിക്കുന്നതിന് മുൻപ് SL9 അഥവാ ഷുമേക്കർ ലേവി 9 എന്ന ഈ വാൽനക്ഷത്രത്തിന് 10 കിലോമീറ്ററിലും കൂടുതൽ വ്യാസമുണ്ടായിരുന്നു. 1960കളുടെ അവസാന സമയത്തോ 1970കളുടെ ആരംഭ സമയത്തോ ആണ് ഈ വാൽനക്ഷത്രം സൗരയൂഥത്തിലൂടെ സഞ്ചരിച്ചത്. അത് വ്യാഴത്തിൻ്റെ സമീപത്തൂടെ കടന്നുപോയപ്പോൾ വ്യാഴത്തിൻ്റെ അതിശക്തിയേറിയ ഗുരുത്വാകർഷണ ബലത്തിൽപ്പെട്ട് അത് വ്യാഴത്തെ വലം വയ്ക്കാൻ തുടങ്ങിയതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ ജൂപ്പിറ്ററിൻ്റെ ശക്തിയേറിയ ഗ്രാവിറ്റിയിൽ അകപ്പെട്ട് വ്യാഴത്തിന് ചുറ്റിലും സഞ്ചരിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ തന്നെ ധാരാളം ഉപഗ്രഹങ്ങൾ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. അറിയപ്പെടുന്ന 95 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിപ്പം കൂടിയ ഗലീലിയൻ മൂൺസ് എന്നറിയപ്പെടുന്ന അയോ, യൂറോപ്പ, ഗ്യാനിമേഡ്, കാലിസ്റ്റോ എന്നീ 4 ഉപഗ്രഹങ്ങളും വ്യാഴം രൂപം കൊണ്ട സമയത്ത് തന്നെ വ്യാഴത്തോടൊപ്പം രൂപം കൊണ്ടതാണ് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ മറ്റുപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും കാലക്രമേണ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിലകപ്പെട്ട് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായി മാറിയവയാണ്.
ഇതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ പെട്ടുപോയ വാൽനക്ഷത്രമാണ് ഷുമേക്കർ ലേവി 9. ഇത് വ്യാഴത്തെ വലം വെച്ചത് വളരെയേറെ എക്സിൻട്രിക് ആയിട്ടാണ്. ഈ വാൽനക്ഷത്രം 0.998 എന്ന എക്സിൻട്രിസിറ്റിയിലാണ് വ്യാഴത്തെ വലം വെച്ചത്. അതായത് വളരെയേറെ എലിപ്റ്റിക്കലായ പാതയിലൂടെയാണ് സഞ്ചരിച്ചത്. ഈ പാതയിലൂടെ തന്നെ ഓരോ തവണ വലം വയ്ക്കുമ്പോഴും അത് ജൂപ്പിറ്ററിൻ്റെ സമീപത്തേക്ക് അടുത്തുകൊണ്ടേയിരുന്നു. 1992 ജൂലൈ മാസം 7-ാം തീയതി വാൽനക്ഷത്രം വ്യാഴത്തിൻ്റെ വളരെ സമീപത്തുകൂടെ കടന്നുപോയി. അതിൻ്റെ മേഘങ്ങളുടെ മുകളിൽ നിന്നും 40,000 കിലോമീറ്റർ മുകളിലൂടെ. വ്യാഴത്തിൻ്റെ 70,000 കിലോമീറ്റർ ആഴത്തേക്കാൾ വളരെ ചെറിയ ദൂരം. വ്യാഴത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഉപഗ്രഹമായ മെറ്റീസിനും ഗ്രഹത്തിൻ്റെ റോഷെ പരിധിക്കും ഇടയിലൂടെയാണ് സഞ്ചരിച്ചത്. ഈ സമയത്താണ് വാൽനക്ഷത്രം പല കഷ്ണങ്ങളായി ചിതറിപ്പോയത് എന്നാണ് കരുതപ്പെടുന്നത്. ആദ്യമായി വാൽനക്ഷത്രത്തെ കണ്ടെത്തിയ സമയത്ത് ജൂപ്പിറ്ററിൻ്റെ ശക്തിയേറിയ ഗ്രാവിറ്റി മൂലം ഷുമേക്കർ ലേവി 9 എന്ന ഈ വാൽനക്ഷത്രം പല കഷ്ണങ്ങളായി ചിതറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഷ്ണങ്ങളെല്ലാം 1994 ജൂലൈ മാസം ജൂപ്പിറ്ററിൽ പതിക്കും എന്ന് ശാസ്ത്രലോകത്തിന് മനസ്സിലായി. അങ്ങനെ ആ കൂട്ടിയിടി കാണുവാൻ വേണ്ടി എല്ലാവരും കാത്തിരുന്നു. വാൽനക്ഷത്രത്തിൽ നിന്നും ചിതറിപ്പോയ ഓരോ ശകലങ്ങളെയും ഓരോ അക്ഷരങ്ങൾ കൊണ്ടാണ് സൂചിപ്പിച്ചത്. ഫ്രാഗ്മെന്റ് A മുതൽ ഫ്രാഗ്മെന്റ് W വരെ. വാൽനക്ഷത്രം വ്യാഴവുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തൽ ലോകം മുഴുവൻ വലിയ ആവേശം സൃഷ്ടിച്ചു. കാരണം ലോകം മുമ്പ് 2 പ്രധാന സൗരയൂഥ വസ്തുക്കൾ കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടേയില്ല. കൂട്ടിയിടി പ്രവചിക്കപ്പെട്ട തീയതി അടുത്തു വരുന്നതനുസരിച്ച് ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർ വ്യാഴത്തെ ഭൂമിയിലെ ദൂരദർശിനികൾ ഉപയോഗിച്ചും ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ചുമെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, റോസറ്റ് എക്സ്റേ നിരീക്ഷണ ഉപഗ്രഹം, WM കെക്ക് ഒബ്സർവേറ്ററി, ഗലീലിയോ ബഹിരാകാശ പേടകം എന്നിവ ഉൾപ്പെടെ നിരവധി സംവിധാനങ്ങൾ ഇതിനുവേണ്ടി അറേഞ്ച് ചെയ്തു. 1994 ജൂലൈ മാസം 16-ാം തീയതി വാൽനക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം വ്യാഴത്തിൻ്റെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏകദേശം 60 km/s വേഗതയിൽ ഇടിച്ചപ്പോൾ ആദ്യത്തെ കൂട്ടിയിടി സംഭവിച്ചു. ഗലീലിയോ പേടകം ഒരു വലിയ ഫയർ ബോൾ കണ്ടെത്തി. ഏകദേശം 23,700 ഡിഗ്രി സെൽഷ്യസ് എന്ന ഉയർന്ന താപനിലയുള്ള ഫയർ ബോൾ. സാധാരണ ജോവിയൻ മേഘങ്ങളുടെ താപനില എന്നത് -143 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. ആ ഫയർ ബോൾ പിന്നീട് വികസിക്കുകയും പെട്ടെന്ന് തന്നെ 1230 ഡിഗ്രി സെൽഷ്യസ് എന്ന താഴ്ന്ന താപനിലയിലേക്ക് എത്തുകയും ചെയ്തു. ഫയർബോൾ ഏകദേശം 3000 കിലോമീറ്ററോളം ഉയരത്തിലെത്തി. ആദ്യത്തെ കൂട്ടിയിടിക്ക് തൊട്ടു പിന്നാലെ ഗ്രഹത്തിൻ്റെ മുകളിലൂടെ വലിയ അഗ്നിഗോളം ഉയർന്നത് ഭൂമിയിൽ നിന്നും നിരീക്ഷകർ കണ്ടു. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ കാണുവാൻ സാധിക്കാത്ത മറുവശത്താണ് ആദ്യത്തെ കഷ്ണം വന്ന് പതിച്ചത്. എങ്കിലും ഒരു പമ്പരത്തെ പോലെ വേഗതയിൽ കറങ്ങി 10 മണിക്കൂറുകൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കിയ ജൂപ്പിറ്റർ തിരിഞ്ഞു വന്നപ്പോഴേക്കും ആ പീസ് വന്ന് പതിച്ച ഭാഗത്ത് വലിയൊരു കറുത്ത പൊട്ട് കണ്ടു. ആ കറുത്ത പൊട്ട് ഭൂമിയിൽ നിന്നും ദൃശ്യമായിരുന്നു. അടുത്ത 6 ദിവസങ്ങൾക്കുള്ളിൽ ചിതറിപ്പോയ വാൽനക്ഷത്രത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം വ്യാഴത്തിൽ വന്ന് പതിച്ചു. 21 വ്യത്യസ്ത കൂട്ടിയിടികൾ നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചു. അവയിൽ ഏറ്റവും വലുത് ജൂലൈ മാസം 18-ാം തീയതി 7:30 G എന്ന് പേരിട്ടിരിക്കുന്ന വാൽനക്ഷത്രത്തിൻ്റെ വലിയ കഷ്ണം വന്ന് പതിച്ചതാണ്. ഈ ഒരു കൂട്ടിയിടി ഏകദേശം 12,000 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഭീമൻ ഇരുണ്ട പൊട്ട് രൂപപ്പെടാൻ കാരണമായി. അതായത് നമ്മുടെ ഭൂമിയുടെ അത്രത്തോളം തന്നെ വലിപ്പമുള്ള പൊട്ട്. കൂടാതെ 60 ലക്ഷം മെഗാടണിന് തുല്യമായ ഊർജമാണ് അന്ന് പുറത്തു വന്നത്. അതായത് ലോകത്തിലെ മുഴുവൻ ആണവ ശേഖരണത്തിൻ്റെയും 600 മടങ്ങിലും കൂടുതൽ ഊർജം. ജൂലൈ 19-ന് 12 മണിക്കൂറുകൾക്കിടയിൽ 2 കൂട്ടിയിടികൾ സംഭവിച്ചു. അതിന് സമാനമായ അടയാളങ്ങൾ വ്യാഴത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ജൂലൈ 22-ന് അവസാനത്തെ ധൂമഹേതു കഷ്ണമായ W ഗ്രഹത്തിൽ പതിക്കുന്നതുവരെ ആഘാതങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ വലിയ കൂട്ടിയിടികൾ വ്യാഴത്തിൽ 450 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ ആഞ്ഞടിച്ച ഭീമൻ വേവുകൾക്ക് കാരണമായി. ഏറ്റവും വലിയ കൂട്ടിയിടിക്ക് ശേഷം 2 മണിക്കൂറിലധികം നമ്മൾ ഇവ നിരീക്ഷിച്ചു. ഈ തിരമാലകൾ സഞ്ചരിച്ചത് സ്ഥിരതയുള്ള പാളിയായി അനുമാനിക്കപ്പെടുന്ന ട്രോപ്പോസ്ഫെറിക് ജലമേഘങ്ങൾക്കുള്ളിലായിരുന്നു എന്നാണ് കരുതിയത്. എന്നാൽ മറ്റു തെളിവുകൾ സൂചിപ്പിക്കുന്നത് ധൂമഹേതുവിൻ്റെ ശകലങ്ങൾ ജലപാളികളിൽ എത്തിയില്ല എന്നും വേവുകൾ സ്ട്രാറ്റോസ്ഫിയറിനുള്ളിലാണ് വ്യാപിച്ചത് എന്നുമാണ്. ഏറ്റവും വലിയ കൂട്ടിയിടികൾക്ക് ശേഷം 21 സെൻറ്റിമീറ്റർ തരംഗദൈർഘ്യത്തിൽ തുടർച്ചയായ എമിഷനിൽ കുത്തനെ വർധനവുണ്ടായതായി റേഡിയോ നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തി. ഇത് ഗ്രഹത്തിൽ നിന്നുമുള്ള സാധാരണ എമിഷൻ്റെ 120%.
വലിയ കൂട്ടിയിടികൾ മൂലം ജോവിയൻ കാന്തിക മേഖലയിലേക്ക് പ്രകാശവേഗതയുടെ അടുത്ത വേഗതയിൽ ഇലക്ട്രോണുകൾ പതിച്ചത് മൂലമാണ് ഇത് സംഭവിച്ചത്. വ്യാഴത്തിൻ്റെ അഗ്നിപർവ്വത ഉപഗ്രഹമായ അയോയിൽ ഈ കൂട്ടിയിടികൾ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായിട്ടാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കൂട്ടിയിടികൾ നടന്ന സമയത്തും അതിനുശേഷവും അയോയുടെ സാന്ദ്രത, ഭ്രമണ പ്രവേഹം, താപനില എന്നിവയിൽ നേരിയ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഹൈ റെസല്യൂഷൻ സ്പെക്ട്രോസ്കോപ്പിക് പഠനങ്ങൾ കണ്ടെത്തി. കൂട്ടിയിടിയുടെ ദൃശ്യമായ പാടുകൾ വ്യാഴത്തിൽ മാസങ്ങളോളം കാണുവാൻ സാധിച്ചു. വ്യാഴത്തിൽ കാണപ്പെട്ട ഈ ദൃശ്യമായ അടയാളങ്ങളെ നിരന്തരം നിരീക്ഷിച്ച ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഗ്രേറ്റ് റെഡ് സ്പോട്ടിനേക്കാളും എളുപ്പത്തിൽ ഇവയെ കാണുവാൻ സാധിച്ചു എന്നാണ്. ഇതുപോലൊരു പാടും ഈ സംഭവങ്ങൾക്ക് മുൻപോ ശേഷമോ മറ്റൊരു ഗ്രഹത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല. വലിയ ആഘാതങ്ങൾ നടന്ന പ്രദേശത്തെ അന്തരീക്ഷ താപനില ചെറിയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗതയിൽ സാധാരണ നിലയിലേക്ക് താണു. ആ പ്രദേശങ്ങളിലെ താപനില 15,000 മുതൽ 20,000 കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു പ്രദേശത്തേക്ക് ഉയർന്നു. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ സാധാരണ നിലയിലേക്ക് അത് താഴുകയും ചെയ്തു. എന്നാൽ ചെറിയ സ്ഥലങ്ങളിൽ ചുറ്റുപാടിനേക്കാളും 10 കെൽവിൻ ഉയർന്ന താപനില ഏകദേശം 2 ആഴ്ച കാലത്തോളം നീണ്ടുനിന്നു. കൂടാതെ വ്യാഴത്തിൻ്റെ മങ്ങിയ വളയങ്ങളിൽ ഷുമേക്കർ ലേവി 9 എന്ന ഈ വാൽനക്ഷത്രം അലകൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് ആദ്യം നിരീക്ഷിച്ചത് ഗലീലിയോ പേടകമാണ്. ഈ വലിയ കൂട്ടിയിടികൾക്ക് കൃത്യം 15 വർഷങ്ങൾക്ക് ശേഷം 2009 ജൂലൈ മാസം 19 തീയതി വ്യാഴത്തിൻ്റെ ദക്ഷിണാർദ്ധഗോളത്തിൽ പസഫിക് സമുദ്രത്തിൻ്റെ അത്രത്തോളം വലിപ്പമുള്ള ഒരു പുതിയ കറുത്ത പൊട്ട് പ്രത്യക്ഷപ്പെട്ടു. സ്പെക്ട്രോസ്കോപ്പിക് വിശകലനങ്ങളിൽ ആ പ്രദേശത്തുള്ള വ്യാഴത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മുകൾ ഭാഗത്ത് അധികമായുള്ള അമോണിയയും സിലിക്ക സമ്പുഷ്ടമായ പൊടിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായും കണ്ടെത്തി. അതുകൊണ്ട് തന്നെ അന്നത്തേതുപോലെ മറ്റൊരു വലിയ കൂട്ടിയിടിയും നടന്നതായി ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി. ഈ സംഭവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വ്യാഴം നമ്മുടെ സൗരയൂഥത്തിലെ ഒരു കോസ്മിക് വാക്വം ക്ലീനറാണ്. നക്ഷത്രാന്തരിക അവശിഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ ഭൂമി അടക്കമുള്ള എല്ലാ ആന്തരിക ഗ്രഹങ്ങളെയും സംരക്ഷിക്കുന്നതിൽ വ്യാഴത്തിൻ്റെ പങ്ക് വളരെയധികം വലുതാണ്. ഈ ഗ്രഹത്തിൻ്റെ അതിശക്തമായ ഗുരുത്വാകർഷണ ശക്തി നിരന്തരം വാൽനക്ഷത്രങ്ങളെയും ചിഹ്നഗ്രഹങ്ങളെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്രിറ്റീഷ്യസ് പാലിയോജീൻ എക്സ്റ്റൻഷൻ എന്ന വംശനാശത്തിന് കാരണമായത് വലിയൊരു ഉൽക്കാപതനമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഫലമായി ഭൂമിയിൽ ദിനോസറുകൾക്കെല്ലാം വംശനാശം സംഭവിച്ചു. ധൂമഹേതുക്കളുടെ കൂട്ടിയിടി ഭൂമിയിലെ ജീവന് ഗുരുതര ഭീഷണിയാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. വ്യാഴത്തിൻ്റെ അപാരമായ ഗുരുത്വാകർഷണ ബലമില്ലെങ്കിൽ ഭൂമിയിൽ വംശനാശങ്ങൾ കൂടുതലായി സംഭവിക്കുമായിരുന്നു. കൂടാതെ ഇന്നത്തേതുപോലെ സങ്കീർണമായി ജീവൻ വികസിക്കുകയുമില്ലായിരുന്നു. ജൂപ്പിറ്റർ സൗരയൂഥത്തിലെ രാജാവും ഒരിക്കലും അവസാനിക്കാത്ത രഹസ്യങ്ങളുടെ ഉറവിടവുമാണ്. ഗ്രേറ്റ് റെഡ് സ്പോട്ട്, ഗ്രേറ്റ് കോൾഡ് സ്പോട്ട്, ഗ്രേറ്റ് അബീസ്, ഗ്രേറ്റ് ബ്ലൂ സ്പോട്ട്, ഓരോന്നും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കഥകളാണ് പറയുന്നത്. നമ്മൾ കണ്ടത് വെറും തുടക്കം മാത്രം. ജൂണോ പോലുള്ള പ്രോബുകൾ ഇന്നും അതിൻ്റെ ആഴങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ജൂപ്പിറ്ററിൻ്റെ ഇരുണ്ട അന്തരീക്ഷത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പാണ്: ജൂപ്പിറ്റർ എന്നും ഏറ്റവും ഭയാനകരവും അത്ഭുതകരവുമായ ഗ്രഹമായി തന്നെ തുടരും. ഭാവിയിൽ ജൂപ്പിറ്ററിനെയും അതിൻ്റെ ചന്ദ്രന്മാരെയും കുറിച്ച് പഠിക്കുവാനായി 2 വലിയ ദൗത്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒന്ന്, യൂറോപ്പയുടെ സമുദ്രങ്ങൾക്കുള്ളിൽ ജീവൻ്റെ സൂചനകൾ കണ്ടെത്തുന്നതിനു വേണ്ടി നമ്മൾ ഇതിനോടകം വിക്ഷേപിച്ചു കഴിഞ്ഞ യൂറോപ്പ ക്ലിപ്പർ മിഷനാണ്. അടുത്തത് ESAയുടെ ജൂസ്, ജൂപ്പിറ്റർ IC മൂൺസ് എക്സ്പ്ലോറർ, യൂറോപ്പ, ഗാനിമേഡ്, കലിസ്റ്റോ എന്നിവയെ അടുത്ത് ചെന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം. ഗാനിമേഡിൻ്റെ കാന്തിക ഫീൽഡ്, മഞ്ഞുപാളികൾ, ആന്തരിക ഘടന ഇവയെ വിശദമായി പരിശോധിക്കും. ഈ ദൗത്യങ്ങൾ ജൂപ്പിറ്ററിനെ മാത്രമല്ല, ജീവൻ്റെ ഉത്ഭവം സംബന്ധിച്ച മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ചോദ്യത്തിന് മറുപടി കണ്ടെത്തുവാനും സഹായിക്കും. നമ്മുടെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് ബലം വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഗുരുത്വാകർഷണ താളം നിശ്ചയിക്കുന്നത് പലപ്പോഴും ഈ ജൂപ്പിറ്ററാണ്. അതിൻ്റെ വലിപ്പം, ഭാരം, കാന്തിക ശക്തി എല്ലാം ചേർന്ന് അത് സൗരയൂഥത്തിൻ്റെ ഡൈനാമോ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ, ആസ്ട്രോയിഡുകളുടെ ചലനങ്ങൾ, ധൂമകേതുക്കളുടെ ദിശ എല്ലാം തന്നെ അതിൻ്റെ സ്വാധീനത്താൽ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ജൂപ്പിറ്ററിനെ സോളാർ സിസ്റ്റംസ് ഗ്രേറ്റ് ഓർക്കസ്ട്രേറ്റർ എന്നാണ് വിളിക്കുന്നത്. ജൂപ്പിറ്ററിനെ പഠിക്കുന്നത് നമ്മുടെ ഭൂമിയെ മനസ്സിലാക്കുന്നതിനുള്ള വഴി കൂടിയാണ്.
ഇത് നമുക്ക് കാണിച്ചു തരുന്നു, വലിപ്പം മാത്രമല്ല പ്രാധാന്യം, ഭാരം മാത്രമല്ല ആകർഷണം. ഒരു ഗ്രഹത്തിൻ്റെ ആന്തരിക ശക്തികൾ അതിൻ്റെ ജീവൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാവിയുടെയും കാഴ്ചപ്പാട് നിശ്ചയിക്കുന്നു. ജൂപ്പിറ്റർ ഇല്ലാതെ ഇന്നത്തെ സൗരയൂഥം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇത് വെറുമൊരു ഗ്രഹമല്ല, ഒരു രക്ഷാധികാരിയാണ്, ഒരു ഗുരുവാണ്. ഇതൊരു ഭൗതിക അത്ഭുതമാണ്. ജൂപ്പിറ്ററിൻ്റെ അത്ഭുതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ബഹിരാകാശം ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാനാകാത്ത അത്രത്തോളം വലുതാണ്, അത്രയും അത്ഭുതകരമാണ്. ഒരിക്കൽ നമ്മൾ ജൂപ്പിറ്ററിലേക്കോ അതിൻ്റെ ചന്ദ്രന്മാരിലേക്കോ മനുഷ്യരെ അയക്കും. പക്ഷേ അതിനു മുൻപ് ഈ വലിയ ഭൗതിക സത്യങ്ങൾ നമ്മെ വിസ്മയത്തോടെയും വിനയത്തോടെയും നിറയ്ക്കട്ടെ. ജൂപ്പിറ്ററിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.